ഞങ്ങളെ പിച്ചിയൊക്കെ കോതി നല്ല നീറ്റാക്കി അവിടെ കിടന്ന വരങ്ങളൊക്കെ വൃത്തിയാക്കി വൃത്തിയാക്കി എല്ലാം നീറ്റാക്കിയിട്ടുണ്ട്. പുള്ളിക്കാരൻ വന്ന് നമ്മളിതെല്ലാം ചെയ്യുന്നുണ്ട്. അരളിയൊക്കെ ബൊട്ടയടിച്ച് നിർത്തിയിരിക്കുക. സൂപ്പർ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാ, ഈ പുല്ലൊക്കെ ദാന്ന് പറഞ്ഞാൽ ഇവിടെ ഞങ്ങൾക്കൊരു സൈസ് പുല്ലുണ്ട് ഈ ലോക്കിൻ്റെ ഇടയിൽ. അതിനൊരു എന്താ മുത്തങ്ങ പുല്ലെന്നാണ് പറയുന്നത്. എത്ര നമ്മൾ വൃത്തിയാക്കിയാലും അത് 3 ദിവസം കഴിയും പിറ്റേന്നാകുമ്പോഴത്തേക്ക് പൊടിച്ചു വരും. വൃത്തിയാക്കാനേ നമുക്ക് പറ്റത്തില്ല. അങ്ങനത്തെ ഒരു സൈസ് പുല്ല് ഉണ്ട്. ശംഖുപുഷ്പവും പിച്ചിയും കൂടെ. ഈ സൈഡ് ശംഖുപുഷ്പം നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഉണ്ട്. ഈ സൈഡ് ശംഖുപുഷ്പം, അപ്പുറത്തെ സൈഡ് പിച്ചി. പിച്ചിക്കകത്ത് ഇപ്പോൾ പൂവ് കുറവാണ്. റോഡും എല്ലാം നീറ്റാക്കി പുള്ളിക്കാരൻ. ഒക്കെ സ്ഥിരം ജോലിക്ക് വരുന്നവർ ഒരു പയ്യനുണ്ട്. ഞങ്ങൾ യാത്ര പോവാണ്. എൻ്റെ അനിയത്തിയാണ്. ഞങ്ങൾ പരവൂർ പോകുന്നുണ്ട്. തീരദേശ റോഡിൻ്റെ വീഡിയോ ഞങ്ങൾ എടുക്കാം. നല്ലൊരു സ്ഥലമാണ്. നമ്മൾ തീരദേശ റോഡ് എൻ്റർ ചെയ്യാണ്. കണ്ട ഒരു സൈഡ് അടിപൊളിക്കായൽ. കായൽ കാണുന്നില്ല. അയ്യോ, കായലവിടെ പോയി. അതാ വന്നോ ആ വണ്ടി. നമ്മളെ അടിപൊളി കടൽ തീരത്തിൽ. ശരി, ഇവിടെ എന്തൊട്ടാ തീരദേശ റോഡ് തുടങ്ങുന്നത് കേട്ടോ. ഞങ്ങളെ മുമ്പിൽ ഇരിക്കുക ഞങ്ങളെ സാരഥിയാണ്, ഞങ്ങളെ സുരേഷാണ്. അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇത്തിരി ഷേക്കൊക്കെ ഉണ്ട് കേട്ടോ. നന്നായി കുലുക്കി വണ്ടി. സൂപ്പർ വ്യൂ ആണ്. മഴയൊക്കെ ആയാലും ഇവരൊന്നും ഇതിൻ്റെ തീരത്തൊന്നും മാറത്തില്ല കേട്ടോ. നേരെ പോകും എല്ലാവരും വെച്ചുകൊണ്ട് നിൽക്കുന്നത്. നമ്മളിവിടെ നിന്ന് പിടിക്കുന്ന മീനുകളാണ്. പിടിക്കാൻ പോകുന്നത് അവരെല്ലാം വന്നിട്ടുണ്ട്. കണ്ട് വെള്ളമൊക്കെ അടിക്കുന്നുണ്ട്. ആളുകളുടെ തിരക്ക് കണ്ടു മീൻ വാങ്ങുന്നതിന് വേണ്ടി.